السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, കോഴിക്കോടിൻ്റെ ഈ കടപ്പുറത്ത് തടിച്ചുകൂടിയിട്ടുള്ള എൻ്റെ മാന്യരായ സഹോദരി സഹോദരന്മാരെ, നാഥനെ അറിയുക നാളെയുടെ രക്ഷയ്ക്ക് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതാനും മാസങ്ങളായി കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ഔദ്യോഗികമായ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായ സമാപനത്തിലേക്ക് നാം ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. അർഹമർ റാഹിമീനായ നാഥൻ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം സ്വീകരിക്കപ്പെടുന്ന ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഏറെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ക്ഷീണം സഹിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ വേദിയിൽ കാത്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാൻ, ആ അറിവിലൂടെ പാരത്രിക മോക്ഷം നേടാൻ ജനസഞ്ചയത്തെ സജ്ജമാക്കുവാനുള്ള മഹനീയമായ ഏറ്റവും വലിയ പ്രചരണമാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഈ വലിയ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയാത്തതാണ് ഇന്ന് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ എല്ലാ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം. അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ല. പടച്ചതമ്പുരാൻ ആരാണ്, എന്താണ് അവൻ്റെ വിശേഷണങ്ങൾ, എന്തൊക്കെയാണ് അവൻ്റെ പ്രത്യേകതകൾ എന്ന് ഈ ലോകത്തിന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി പടച്ചതമ്പുരാനാൽ നിയുക്തരായ മഹനീയരായ ഒരുപാട് പ്രവാചക പുങ്കവന്മാർ, ആ പ്രവാചകന്മാരുടെയെല്ലാം ഏറ്റവും വലിയ ദൗത്യത്തിന് പൂർത്തീകരണം നൽകിക്കൊണ്ട് ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശത്തിൻ്റെ പൂർത്തീകരണം പടച്ചതമ്പുരാൻ കൃത്യമായി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പൂർത്തീകരിച്ചു തരികയാണ് ചെയ്തത്. ആ റസൂൽ അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതേപോലെ മനസ്സിലാക്കാനുള്ള ആഹ്വാനമാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ സെൽഫികൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. എങ്ങനെ അറിയണം? അള്ളാഹുവിനെ അറിയാനുള്ള മാർഗം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ മാത്രമേ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത മാർഗങ്ങൾ, തരീക്കത്തുകൾ തേടിപ്പോയതാണ് പടച്ചതമ്പുരാനെ തെറ്റിദ്ധരിക്കാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കപ്പെടാതെ പോകാൻ ഏറ്റവും വലിയ കാരണമായതെന്ന് നാം വിശ്വസിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, റഹ്മാനും റഹീമുമായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും ഗുണങ്ങളും ലോകത്ത് ഒരാൾക്കുമില്ലെന്ന് പഠിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ. ഞാനതിൻ്റെ ആയത്തുകളിലേക്കോ ഹദീസുകളിലേക്കോ ഒന്നും നീങ്ങുന്നില്ല. സമയം വളരെ ദീർഘിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പടച്ചതമ്പുരാനെക്കുറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ മനസ്സിലാക്കാതെ മറ്റ് ചില ചാനലുകളിലേക്ക്, മറ്റ് ചില മാർഗങ്ങളിലേക്ക് മുസ്ലിമീങ്ങൾ അള്ളാഹനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മാരകമായ അപകടങ്ങളാണ് ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ആ വിഷയത്തിൽ ഫിത്നകൾ ഉണ്ടാക്കിയത് തരീഖത്തുകളാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിയില്ല.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ല. ഉപയോഗപ്പെടുത്തിയത് ശൈഖുമാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ, അതല്ലെങ്കിൽ പരിഷ്കരണവാദികൾ എന്നൊരു കാലഘട്ടത്തിൽ മുദ്രകുത്തപ്പെട്ട ആളുകൾ, നേതാക്കന്മാർ, അവർ ചില കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു. അത് ഈ സമൂഹത്തിലെ ചില ആളുകൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയും ചെയ്തു. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളിലും വ്യത്യസ്തമായ നിലക്ക് അവതരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വാദത്തിലേക്കാണ് ലോകത്തുള്ള എല്ലാ ശിർക്കിന്റെ പ്രചാരകരും ഇന്ന് ഏക സ്വരത്തിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവൻ്റേതായ ഗുണവിശേഷണങ്ങൾ അത് മാത്രമേ ലോകത്തുള്ളൂ എന്നും ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ അള്ളാഹുവാണെന്നും അള്ളാഹുവല്ലാത്ത യാതൊന്നും ഇവിടെ ഇല്ല എന്നും പ്രചരിപ്പിച്ചു. ഈ കാണുന്നത് മുഴുവൻ അള്ളാഹുവാണ്, എന്ത് കാണുന്നതും അള്ളാഹുവാണ്, ഏത് ശബ്ദം നാം കേൾക്കുന്നതും അള്ളാഹുവാണ്, അള്ളാഹുവല്ലാതെ യാതൊന്നുമില്ല. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ ഒരുണ്മയില്ല, അള്ളാഹുവല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പഠിപ്പിച്ച ആ രൂപത്തിലുള്ള പിഴച്ച ചിന്താഗതിയിലേക്ക്, അദ്വൈതവാദത്തിലേക്ക്, അറബിയിൽ അതിന് വഹ്ദത്തുൽ വുജൂദ് എന്ന് ഓമന പേരിട്ടുകൊണ്ട് സാക്ഷാൽ അദ്വൈതവാദമാണ് ഈ സമൂഹത്തിലേക്ക് ചിലർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ പഠിപ്പിച്ചത്. ഇത് പല പേരിൽ നിന്ന് സമൂഹത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖാദിരിയ തരീഖത്ത് എന്ന പേരിൽ, റിഫാഇയ തരീഖത്ത് എന്ന പേരിൽ, നഖ്ശബന്ദിയ തരീഖത്ത് എന്ന പേരിൽ, ദസൂഖി തരീഖത്ത് എന്ന പേരിൽ, തീജാനി തരീഖത്ത് എന്ന പേരിൽ, അങ്ങനെ ഒരു 100 കൂട്ടം തരീഖത്തുകൾ ഈ സമൂഹത്തിൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങളുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഊരുചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു പരിചയപ്പെടുത്തിയതുപോലെയല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതുപോലെയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തട്ടിയുണ്ടാക്കിയ ചില നിയമങ്ങളാണ് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സൃഷ്ടികൾക്കും ചെയ്യാൻ സാധിക്കുമെന്നാണ് പിന്നീട് പഠിപ്പിച്ചത്. അള്ളാഹു എല്ലാ സൃഷ്ടികളിലും ഇങ്ങനെ അവതരിക്കുകയാണ്. ഞങ്ങൾ അവതാരവാദത്തിനെതിരാണെന്ന് പറയുന്നു, പക്ഷേ സാക്ഷാൽ അവതാരവാദം മറ്റൊരു രൂപത്തിലുള്ള പേരിൽ ഈ സമൂഹത്തിലേക്ക് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഇവിടെ യാതൊന്നുമില്ല, എല്ലാം അള്ളയാണ്. അതിന് തെളിവുകളും ഓതി അള്ളാഹുവിലേക്ക് ഒരു അടിമ അടുത്തു കഴിഞ്ഞാൽ ആ അടിമയുടെ കണ്ണാകും അള്ളാഹു, കാതാകും, കയ്യാകും, കാലാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ആ അടിമയും ഉടമയായ അള്ളാഹുവും തമ്മിൽ ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ കൃത്യമായ പദവിയിലേക്ക് എന്ന് പറയുന്നില്ലെങ്കിലും ആ പ്രത്യേകമായ ഗുണങ്ങളിലേക്ക് ഈ മനുഷ്യനങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ വിളിക്കുന്നതും ഈ മനുഷ്യനെ വിളിക്കുന്നതും തുല്യമാണ്. അള്ളാഹുവിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് ഈ വലിയകളാണ്, ഈ ശൈഖുമാരാണ്. ശൈഖുമാരെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് അള്ളാഹുവാണ്. രണ്ടു കൂട്ടരും ഒന്നാണ്. ആരെ വിളിച്ചാലും വിളി കേൾക്കുന്നത് അള്ളാഹു, ആരെ വിളിച്ചാലും വിളി കേൾക്കുന്നത് ശൈഖുമാർ. ഈ നിലക്ക് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനെ മാത്രം വിളിക്കേണ്ടതില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇവർ ചുരുക്കി കളഞ്ഞിരിക്കുകയാണ്. പടച്ചതമ്പുരാനെ തരീഖത്തുകാർ പരിചയപ്പെടുത്തിയ രൂപത്തിൽ വിശദീകരിക്കുകയാണെങ്കിൽ മണിക്കൂറുകൾ ആവശ്യമാണ്. അത് മറ്റവസരങ്ങളിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾ പഠിക്കണമെന്ന് ഈ അവസരത്തിൽ ഒരു വസിയ്യത്ത് എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പിഴച്ചുപോയ ഒരുപാട് കക്ഷികൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അവർ സൃഷ്ടികളുടേതായ അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായിത്തീരുന്ന ഒരവസ്ഥ, എല്ലാം അള്ളയാണെന്ന ആ പിഴച്ച വിശ്വാസത്തിലേക്ക് എത്തിയപ്പോഴാണ് പ്രത്യേകിച്ചും തൗഹീദിന്റെ കാര്യത്തിൽ ഊന്നൽ നൽകുന്ന ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ നാഥനെ അറിയണം, നാഥനായ അള്ളാഹുവിനെ അറിയണം.
അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ അറിയണം? എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്? അള്ളാഹുവിനെ ഇവിടെ പലരും പല നിലക്കാണ് പരിചയപ്പെടുത്തുന്നത്. പടച്ച തമ്പുരാന്റെ ഗുണവിശേഷണങ്ങളെ അവർ നിഷേധിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറഞ്ഞതൊന്നും അംഗീകരിക്കാൻ ഇവരുടെ ബുദ്ധിക്ക് അംഗീകാരം അവർ നൽകിയിട്ടില്ല. അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, പരമകാരുണികൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ 7ഓളം സ്ഥലങ്ങളിൽ റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു അവനെ സംബന്ധിച്ച് അവന്റെ കൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. യദുല്ലാഹി ഫൗഖ ഐദീഹിം. അതുപോലെ തന്നെ അവന്റെ കണ്ണുകൾ എന്ന വിശേഷണമുണ്ട്. അവന്റെ കാല്, വിരലുകൾ. അവൻ ചിരിക്കുന്നു, അവൻ അത്ഭുതപ്പെടുന്നു, അവൻ വരുന്നു. എല്ലാ രാവുകളിലും അവസാന സന്ദർഭങ്ങളിൽ യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയാ, ഒന്നാം ആകാശത്തിലേക്ക് പടച്ച തമ്പുരാൻ ഇറങ്ങി വരുന്നു. ഈ രൂപത്തിലുള്ള അതേപോലെ തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഈമാൻ, ഒരു സഹോദരിയുടെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ നടത്തിയ അവസരത്തിൽ ആ സ്ത്രീയോട് ആദ്യമായി ചോദിക്കുന്നത് ഐനല്ലാഹ്, അല്ലാഹ് എവിടെയാണ്? ആ സ്ത്രീയുടെ മറുപടി അല്ലാഹു ഫിസ്സമാ, അല്ലാഹു മുകളിലാണ്. അതേപോലെ തന്നെ ഞാൻ ആരാണെന്ന ചോദ്യത്തിന് അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഈ നിലക്ക് പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെ അല്ലാഹു അവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നാഥൻ അവനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഈ കാലഘട്ടത്തിലെ പിഴച്ചുപോയ കക്ഷികൾക്ക് സ്വീകാര്യമല്ല. അവർ അതൊക്കെ പരിഹാസത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവർ അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത് എനിക്ക് മനസ്സിലാക്കിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവിനെ അറിയേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അല്ലാഹുവിന് കൊടുക്കേണ്ട, അല്ലാഹുവിന്റെ കൃത്യമായി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ അതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ലെന്ന് പിഴച്ചുപോയ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ അതേ ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. പടച്ചവൻ അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ അവര് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് കേൾക്കുമ്പോഴും അവർ സൃഷ്ടികളെ പോലെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ, അള്ളാഹു ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹു ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അള്ളാഹു അത്ഭുതപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അവന്റെ കൈകൾ എന്ന് പറയുമ്പോൾ, അവന്റെ മുഖം എന്ന് പറയുമ്പോൾ, അവൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ സൃഷ്ടികളിലേക്ക് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടപ്പോ അതൊന്നും അല്ലാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ അവനെ സംബന്ധിച്ച് എങ്ങനെയാണോ വിശ്വസിക്കേണ്ടതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് പഠിപ്പിച്ചതെങ്കിൽ, മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണ് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ, അതൊക്കെ സ്വീകരിക്കുന്നവരെ പരിഹസിക്കുകയും അവരെ വളരെ മോശക്കാരായി ചിത്രീകരിക്കുകയും അവര് അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിൽ അബദ്ധം പറ്റിയവരാണെന്ന് പറയുകയും അവർ ഇസ്ലാമികമായ വൃത്തത്തിൽ നിന്ന് പുറത്താണെന്നും കൃത്യമായി ആ രൂപത്തിൽ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പ്രളയത്തിന്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കണം. നാഥനെ അറിയേണ്ട നിലക്കറിയണം. നാഥനെ അറിയേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽ നിന്നാണ്. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സൃഷ്ടികളോട് അള്ളാഹുവിനെ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെ എന്ന് പറയാൻ പാടില്ല. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, മിൻ ഗൈരി തശ്ബീഹിൻ വലാ തംസീലിൻ വലാ തകീഫിൻ. എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല. വലിയ വിഷയമാണ് സുഹൃത്തുക്കളെ. ഇന്ന് രാജ്യത്തൊട്ടാകെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഥനെ അറിയാൻ നമ്മളോട് ആവശ്യപ്പെടുന്ന മുജാഹിദ് കുട്ടികളെ, നിങ്ങളുടെ നാഥൻ കൊടവയറുള്ള നാഥനല്ലേ, ഇറങ്ങുന്ന നാഥനല്ലേ, കയറുന്ന നാഥനല്ലേ, കസേരയിലിരുന്ന് ഞെരിവരി കൊള്ളുന്ന നാഥനല്ലേ, പോലെ കയ്യുള്ള നാഥനല്ലേ, മുഖമുള്ള നാഥനല്ലേ, ചിരിക്കുന്ന നാഥനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ബഹുമാന്യരായ സഹോദരന്മാര് മനസ്സിലാക്കണം, ഇവരുടെ ഈ മുഴുവൻ പരിഹാസങ്ങളും ചെന്നെത്തുന്നത് പടച്ച തമ്പുരാന്റെ ഖുർആനിന് നേരെയാണ്. അതിന്റെ വ്യാഖ്യാതാവായ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യാഖ്യാനത്തെയാണ്. ഐനല്ലാഹ്, അല്ലാഹ് എവിടെ എന്ന തലക്കെട്ടോടുകൂടി അൽമനാർ മാസികയിൽ ഒരു ലേഖനം വന്നപ്പോ കേരളത്തിൽ
മസ്ജിദിന്റെ മുക്കുമൂലകളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതൻ കളിയാക്കുകയാണ്. മരുമകനെ കാണാതെ, പുതിയാപ്പിളയെ കാണാതെ വിഷമിക്കുന്ന അമ്മോശൻ പുതിയാപ്പിള എവിടെ എന്ന് പരസ്യം കൊടുക്കും പോലെ മുജാഹിദുകളിൽ ആ അള്ളാനെ തെരയാൻ നടക്കുന്നു. ഈ ചോദ്യം ഇസ്ലാമികമല്ല, ഇത് മുശ്രിക്കിന്റെ ചോദ്യമാണ്, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചോദ്യമാണ് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പഠിച്ചു വെക്കണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യമായി ഈ ചോദ്യം ചോദിച്ചത്. ഇത് മുജാഹിദിന്റെ അൽമനാറിൽ ചോദിച്ച ചോദ്യമല്ല. അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്. ഒരു പെണ്ണിന്റെ ഈമാൻ പരിശോധിക്കാൻ വേണ്ടി, അവരുടെ അഖീദ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോ ആദ്യത്തെ ചോദ്യം റസൂലുള്ളാഹി പെണ്ണിനോട് അയ്നല്ലാഹ്, അല്ല എവിടെയാണ്? ഉടനെ ആ സ്ത്രീ ഫഅശാറത് ഇലസ്സമാ, മുകളിലേക്ക് അവർ കൈ ചൂണ്ടിയപ്പോ നീ വഹാബിയാണ്, നീ പഴച്ചുപോയ പെണ്ണാണ്, നിന്നെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനോട് ഓർഡർ കൊടുക്കുകയല്ല റസൂലുള്ള ചെയ്തത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 100% ശരിയെന്ന് റസൂലുള്ള തലയാട്ടുമ്പോ അടുത്ത ചോദ്യം അയ്നല്ലാഹ് എന്ന് ചോദിച്ച ഉടനെ പിന്നെ ചോദിക്കുന്നത് മൻ അന, ഞാൻ ആരെന്നാ നീ മനസ്സിലാക്കിയത്? ഉടനെ അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതല്ലെങ്കിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ആദർശത്തിന്റെ കൃത്യമായ വിശദീകരണം ആ സ്ത്രീയിൽ നിന്ന് പ്രവാചകൻ ഇതിലൂടെ ലഭിച്ചു എന്നർത്ഥം. ഇതിനെയാണെന്ന് പരിഹസിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്റെ ബഹുമാന്യരായ മുഴുവൻ ശ്രോതാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിനെ അറിയേണ്ടതിലേക്ക് അറിയണം. അതിന് നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഹദീസുകളിലൂടെ റബ്ബവനെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതേ അവസ്ഥയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി വരും തലമുറക്ക് ഉപദേശം കൊടുക്കണം. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം റസൂൽ അള്ളാഹുവിനെ എങ്ങനെയാണോ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ മാർഗത്തിലൂടെ തന്നെ മനസ്സിലാക്കിയാലേ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് കൊടുക്കുന്ന വസിയത്ത്, നീ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് പോകുമ്പോ നീ അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം, നീ അവർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം. ഉടനെ പറഞ്ഞു കൊടുത്തത് വഅന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ മാത്രമേ അള്ളാഹനെ മനസ്സിലാക്കാനും തൗഹീദ് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് നാഥനെ അറിയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കൂടി നാം അറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹിനെ അറിയാതെ, റസൂലുള്ള പഠിപ്പിച്ച അഖീദ മനസ്സിലാക്കപ്പെടാതെ, റസൂലുള്ള പഠിപ്പിച്ച ആശയം മനസ്സിലാക്കപ്പെടാതെ അള്ളാഹുവിനെ അറിയാൻ മെനക്കെട്ടതാണ് സകല കക്ഷികളുടെയും എല്ലാ പിഴവുകൾക്കു കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തി ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആദ്യം പഠിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ നിന്ദിക്കുവാനും റസൂലുള്ളാഹിനെ തന്നെ അപമാനിക്കുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ മോശക്കാരനായി ചിത്രീകരിക്കുവാനും ഏറ്റവും കൂടുതൽ കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള കക്ഷികൾക്ക് എങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്? ഇപ്പോൾ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 1 മണിക്കൂർ പ്രസംഗം നിങ്ങൾ ഇവിടെ കേട്ടത് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് പേര് കേൾക്കുമ്പോഴേക്ക് മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ആ പ്രവാചകന്റെ പേരിൽ രക്ഷയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ റസൂലുള്ളാഹിയുടെ മദ്ഹാണ് 1 മണിക്കൂർ നിങ്ങൾ ഇവിടെ കേട്ട് കഴിഞ്ഞത്. ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ വിവാദം രാജ്യത്തൊട്ടാകെ കൊടുമ്പിരിക്കൊള്ളുമ്പോഴും ഒരു വിഭാഗം ആളുകൾ, ഈ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കരിവാരി തേച്ച് കാണിക്കാൻ വേണ്ടി ഈ കാർട്ടൂൺ വിവാദം പോലും ഉപയോഗപ്പെടുത്തുന്നത് ഖേദകരമാണ്. അവര് പറയുന്നുവെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചവർ ഈ കേരളത്തിലുണ്ട്. ഈ മുജാഹിദുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചവരെന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ ഈ വഹാബികൾക്ക് അതല്ലെങ്കിൽ മുജാഹിദുകൾക്ക് യോഗ്യതയില്ല. ഇന്ന് ഇറങ്ങിയ പത്രത്തിൽ പോലും ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതിൽ 1-ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള കുബൂരികളുടെ ദിനപത്രത്തിൽ ഇന്ന് വരെ ഏറ്റവും വലിയ ഇന്നത്തെ ലേഖനത്തിൽ വരെ കൃത്യമായി അവരെഴുതി സിയോണിസത്തിന്റെ ജാരസന്തതിയാണ് വഹാബികൾ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരന്റെ ഉൽപ്പന്നമാണ് മുജാഹിദുകൾ, അവർക്ക് റസൂലുള്ളാഹിനെ ബഹുമാനമില്ല, അവർ റസൂലുള്ളാഹിനെ നിന്ദിച്ചവരാണ്, അവർ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കിയവരാണ്, അവർ റസൂലുള്ളാഹിനെ തെറ്റ് ചെയ്യുന്നവനാക്കിയവരാണ്, അവർ റസൂലുള്ളാഹിനെ എതിർക്കുന്നവരാണ്. റസൂലുള്ളാഹിയുടെ പേര് വരെ സന്തോഷത്തോടുകൂടി അവർ പറയാറില്ല, അവിടുത്തെ പേര് ബഹുമാനത്തോടുകൂടി അവർ പറയാറില്ല. അവിടുത്തോടവർക്ക് വെറുപ്പാണ്, അവിടുത്തോടവർക്ക് പകയാണ്, അവിടുത്തോടവർക്ക് വിദ്വേഷമാണ്. അതുകൊണ്ട് ഈ മുജാഹിദുകളുടെ പ്രവാചക നിന്ദയാണ് ആദ്യമായി തടയപ്പെടേണ്ടതെന്നും ഈ ലോകത്തുള്ള സർവ്വ പ്രവാചക നിന്ദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഊർജം പകർന്നത് മുജാഹിദുകളാണെന്നും നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഇന്നത്തെ പത്രത്തിൽ പോലും എഴുതി വിട്ടുകൊണ്ട് പച്ചക്കളവുകൾ ഈ നാഥനെ അറിയാൻ വേണ്ടി, നാഥന്റെ റസൂലിന്റെ സുന്നത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ എഴുതിവിടുന്ന ആളുകൾ എവിടെ വെച്ച് മാപ്പ് ലഭിക്കാനാണ്? പടച്ചതമ്പുരാന്റെ കോടതിയിൽ വെച്ച് കാണാമെന്നല്ലാതെ എന്താണ് പറയാനുള്ളത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾ നിന്ദിച്ചുവോ? ഇവരിത് എത്ര സ്ഥലത്തായി വാറോല ഇറക്കുന്നു? ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഇവർ വാറോല ഇറക്കി. ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ഇവർ നോട്ടീസുകളിലൂടെ പ്രചരിപ്പിച്ചു. എന്ത്? ഡാനിഷ് പത്രത്തിന്റെ പ്രവാചക നിന്ദ തിരിച്ചറിയപ്പെടുന്നതിന്റെ മുമ്പ് മുജാഹിദുകളുടെ പ്രവാചക നിന്ദയുടെ അറിയാപ്പുറങ്ങളൊന്ന് മലയാളികൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അൽമനാർ മാസികയുടെയും സെൽസബീൽ മാസികയുടെയും വിചിന്തനം വാരികയുടെയും ഇസ്ലാഹിൽ നിന്നുമൊക്കെ അവിടെയും ഇവിടെയുമായി കട്ടുമുറിച്ചെടുത്തുകൊണ്ട് റസൂലുള്ളാഹിനെ ഇതാ പാപിയായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇവർക്ക് റസൂലുള്ളാഹിനോട് ബഹുമാനമില്ല, ഇവർ റസൂലുള്ളാഹിനെ കൊച്ചാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള പുരോഹിതന്മാരെ, നിങ്ങളുടെ നുണച്ചാക്കുകൾക്കും നിങ്ങളുടെ പണച്ചാക്കുകൾക്കും ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഈ ജനസഞ്ചയം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ട, ആ പുന്നാര റസൂലിന്റെ സുന്നത്തുകളെ നിങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ട. അതറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നാഴികക്ക് 40 വട്ടം മാനസിക രോഗി എന്ന് ചിത്രീകരിക്കുന്ന, അതേപോലെ തന്നെ വഹാബിസത്തിന്റെ വിത്തുപാകിയ വ്യക്തി എന്ന് പ്രചരിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യയുണ്ടല്ലോ, ആ ഇബ്നു തൈമിയ്യയാണ് ആദ്യമായി ഒരു ഗ്രന്ഥം എഴുതിയത്. നിങ്ങൾക്കറിയാമോ? അസ്സാരിമുൽ മസ്ലൂൽ അലാ ശാതിമിർ റസൂൽ. റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവർക്കെതിരെ, റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ ഊരപ്പെട്ട ഖഡ്ഗം, ഊരപ്പെട്ട വാള് എന്നാണ് ആ കിതാബിന്റെ പേര്. മുസ്ലിയാക്കന്മാർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളതൊന്ന് പഠിക്കണം. നിങ്ങൾ പാരമ്പര്യം പറയുമ്പോ ഇബ്നു തൈമിയ്യ ഇട്ട വിഷവിത്താണെന്ന് നിങ്ങൾ പറയാറില്ലേ? അതേ ഇബ്നു തൈമിയ്യ എഴുതിയ ആ ഗ്രന്ഥം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവരാണ്, റസൂലുള്ളാഹിനെ നിന്ദിക്കുന്നവരാണ് എന്ന് പറയാൻ നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല, നിങ്ങളുടെ തൂലികകൾ താഴില്ല എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദ്ഹുകൾ അല്ലാഹ് തന്നെ പറഞ്ഞതാണ്. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ, നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ പേരിനെ നാം ഉയർത്തി തന്നില്ലേ? നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ലോക മുസ്ലിമീങ്ങളുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 നേരം ആ പേര് പറയാത്തൊരു ബാങ്കില്ല. നിസ്കാരത്തിന്റെ മുമ്പുള്ള ഇഖാമത്ത് വിളിയില്ല, പേര് പറയാത്തൊരു ഇഖാമത്തില്ല. നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാത്തൊരു നിസ്കാരമുണ്ടോ? എന്ന് പറയാത്തൊരു ബാങ്കുണ്ടോ? അത് പറയാത്തൊരു ഇഖാമത്തുണ്ടോ? ഇസ്ലാമിലേക്ക് ഒരാൾ മെമ്പർഷിപ്പ് നൽകപ്പെടുന്നത് തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മൊഴിഞ്ഞുകൊണ്ടല്ലേ? എവിടെയാണ് റസൂലുള്ളാഹിക്ക് സ്ഥാനമില്ലാത്തത്? രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും റസൂലുള്ളാഹിയെ അറിയാം. ഈ ലോകത്ത് തന്നെ വലിയ സ്ഥാനമാനങ്ങൾ നൽകപ്പെട്ട പ്രവാചകൻ ആ റസൂലുള്ളാഹ് ഇനി വഫാത്തായി കഴിഞ്ഞല്ലോ. വഫാത്തായതിന്റെ ശേഷം
ശേഷവും ഇനി നാളെ മഹ്ശറിലെത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിനല്ലേ അത്യുന്നതമായ സ്ഥാനമുള്ളത്. ഒന്നാമതായി മഹ്ശറിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ആളുകളൊക്കെ ഭയവിഹ്വലരായി ഓടുമ്പോ ഈ ഭൂമി പൊട്ടിപ്പിളർന്നുകൊണ്ട് ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനായിരിക്കുമെന്ന് റസൂലുള്ളാഹി. അതുപോലെ തന്നെ മാനവ സമൂഹം മുഴുവൻ സ്വർഗത്തിലേക്ക് കുതിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കാൻ അവസരം ലഭിക്കുന്നത് എനിക്കായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിക്കൊണ്ട് എല്ലാ സമൂഹത്തിന്റെയും സാക്ഷിയായിക്കൊണ്ട് നിയുക്തനാക്കപ്പെടുന്ന റസൂലുള്ളാഹി. ആർക്കും സംസാരിക്കാൻ അവസരം കൊടുക്കാത്ത, ആർക്കും ഒരക്ഷരവും ഉരിയാടാൻ സന്ദർഭം നൽകപ്പെടാത്ത മഹ്ശറിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ധാരാളക്കണക്കിന് വർഷങ്ങളോളം സുജൂദിൽ കിടന്നുകൊണ്ട് തല ഉയർത്തിക്കോ മുഹമ്മദേ, തല ഉയർത്തിക്കോ മുഹമ്മദേ, എന്നിട്ട് സൽ, നീ ചോദിച്ചോ, തൊഴുത്താ നിനക്ക് ചോദിക്കുന്നത് നൽകപ്പെടും. ഇശ്ഫൾ, നീ റെക്കമെൻഡ് പറഞ്ഞോ, നീ ശുപാർശ പറഞ്ഞോളൂ. തുശഫൾ, നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉന്നതമായ മഖാമുൻ മഹ്മൂദിലേക്ക്, അത്യുന്നതമായ സ്ഥാനപദവിയിലേക്ക് നാളെ പരലോകത്തും എത്തിപ്പെടുന്ന അതേപോലെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള റസൂലുള്ള. ആ റസൂലുള്ളാനെ മുജാഹിദുകൾ കൊച്ചാക്കുന്നു എന്ന് പറയുന്നവർക്ക് ഉളുപ്പില്ലേ? ഞങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് വരെ നിങ്ങൾ കട്ടെടുത്തുകൊണ്ട് വായിക്കാറുണ്ട്. 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന അഖീദയുടെ പുസ്തകം, ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് തലയും വാലും മുറിച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുന്നു മുഹമ്മദ് നബി സാധാരണ മനുഷ്യനായിരുന്നു എന്ന്. തലയും വാലും മുറിച്ചുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗം വായിക്കാനുള്ള മാന്യത പോലും കാണിക്കാതെ ഈ സമൂഹത്തിലെ ഉമ്മബങ്ങന്മാര് പാവപ്പെട്ട ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള സ്നേഹം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറ്റവും അധികം സ്നേഹിച്ചുകൊണ്ട് തന്നെയാ ഞങ്ങൾ ജീവിക്കുന്നത്. ആ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോ ആ റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് വിടുവായത്തം പറയുന്ന, അങ്ങാടിയിൽ വടിയിൽ ശീലയും ചുറ്റിക്കൊണ്ട് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് സ്നേഹപ്രകടനം നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന നിങ്ങളൊരു കാര്യം പഠിച്ചു വെക്കണം. ഈ ലോകത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അപരാധം പറഞ്ഞ തഫ്സീറുകൾ പലതും നിങ്ങൾക്കുണ്ട്. നിങ്ങളതൊന്നും ഈ സമൂഹത്തിന്റെ മുമ്പാകം മാപ്പ് പറയാൻ സമയമായി. ഇന്നും നിങ്ങൾ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ കുറിച്ച് നിന്ദിക്കുന്ന ഖുർആൻ പരിഭാഷകൾ നിങ്ങളുടെ പ്രസ്സിൽ നിന്ന് അടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ചതിന്റെ ഉദാഹരണം ഈ മാലോകരം അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന് വിമർശനം എഴുതിയ യുക്തിവാദികൾ വരെ നിങ്ങളുടെ വാദം കടമെടുത്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ലേ? ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പറയാൻ പോലും ഞാൻ മനസ്സ് വേദനിച്ചുകൊണ്ട് പറയട്ടെ. ഒരു സാധാരണക്കാരന്റെ പോലും പേരിൽ പറയാൻ പാടില്ലാത്ത അപരാധം മഹാനായ മുത്ത് മുഹമ്മദ് ഹബീബ്, ആ ഹബീബായ റസൂലിന്റെ പേരിൽ പറഞ്ഞു പരത്തിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു ശിഷ്യൻ വിവാഹം കഴിച്ച ഒരു പെണ്ണിനെ, ആ പെണ്ണിനെ കണ്ണുവെച്ച് സ്നേഹിച്ചു എന്നും ഇയാൾ തലാക്ക് ചൊല്ലിയാൽ എനിക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന ആഗ്രഹവുമായിക്കൊണ്ട് റസൂലുള്ള നടന്നു എന്നും സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിൽ അക്കാര്യം കൃത്യമായി എഴുതി വെച്ചിട്ടില്ലേ? വതുഖ്ഫീ ഫീ നഫ്സിക മല്ലാഹു മുബ്ദീ എന്ന ആയത്തിന്റെ ഒരു വലിയ ആയത്താണത്. അതിന്റെ ഒരു ഭാഗത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറച്ചു വെച്ചത്? സൈനബിനോടുള്ള സ്നേഹം. സയ്യിദ് അവളെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്കവളെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം. ഇത് സാധാരണക്കാരനെ കുറിച്ച് പറയാൻ പറ്റുമോ? അന്യന്റെ ഭാര്യയിൽ കണ്ണുവെക്കുക, അന്യന്റെ ഭാര്യയോട് സ്നേഹം തോന്നുക, അയാളൊന്ന് തലാക്ക് ചൊല്ലി കിട്ടിയാൽ എനിക്ക് കല്യാണം കഴിക്കാമെന്ന് പൂതിയും വെക്കുക, ഇതൊരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പറ്റുമോ? എന്നിട്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആ ആശയം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്ന പരിഭാഷയിലില്ലേ? നിങ്ങൾ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഭാഷയിലില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ നിന്ദിക്കുന്ന നിലക്കുള്ള ഏറ്റവും വലിയ നിലക്കുള്ള ആദ്യത്തെ മലയാള പരിഭാഷ
ഇറക്കിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കല്ലേ? അത് ഇന്നും വിറ്റുകൊണ്ടിരിക്കുന്നില്ലേ? അത് പിൻവലിച്ചിട്ടുണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇകഴ്ത്തിയവരാണ് മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ പടച്ച തമ്പുരാൻ ഏറ്റവും വെറുക്കുന്ന ശിർക്കിന്റേതായ ബിംബങ്ങളുടെ അതേ വാചകങ്ങൾ റസൂലുള്ളയും അറിയാതെ അങ്ങ് പറഞ്ഞുപോയി എന്ന് പുസ്തകത്തിൽ എഴുതിവിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ ഒരായത്തുണ്ടല്ലോ, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ വമനാത സാലിസത്തൽ ഉഖ്റാ എന്നിങ്ങനെയുള്ളവരായത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ചില ആളുകൾ എഴുതിവിടുന്നുവെന്ന്. ആ ആയത്തോതിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ തന്നെ ഒരു തെറ്റായ പ്രയോഗം കൂടെ പറഞ്ഞുവത്രേ. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ, ലാത്തയെയും മനാത്തയെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഉസ്സയുടെയും മനാത്ത സാലിസത്തുൽ ഉഖ്റാ. എന്നിട്ട് നബി ഓതിയത്രേ, തിൽക്കൽ ഖറാനീഖുൽ ഉലാ ഫഇന്ന ശഫാഅതഹുന്ന ലതുർതജാ എന്നിങ്ങനെ ആ ബിംബങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയെന്നും ആ ഓത്ത് കേട്ടപ്പോഴാണ് മുശ്രിക്കുകൾ വരെ സുജൂദിൽ വീണത് എന്നുമൊക്കെ വിഷലിപ്തമായ വ്യാഖ്യാനങ്ങൾ എഴുതി വിട്ടിട്ടില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ? ആ രൂപത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളെ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളുകളായി നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ലേ? സുന്നി സാഹിത്യ തറവാട്ടിലെ കുലപതികളെന്ന് നിങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റാത്തതും എഴുതാൻ പറ്റാത്തതും പറയുകയും എഴുതുകയും അത് വിറ്റ് കാശാക്കുകയും ചെയ്തുകൊണ്ട് പിന്നെയും മുജാഹിദുകളുടെ നേരെ കല്ലുള്ളിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയവരാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ വിഡ്ഢിയാക്കിയവരാണ്, നിങ്ങൾ റസൂലുള്ളാഹിനെ സാധാരണക്കാരാക്കിയവരാണ്. എന്നിട്ട് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ മുജാഹിദുകൾ ഇവിടെ പറഞ്ഞു, നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ ശാന്തമാകണം, നമ്മുടെ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും അതിരുവിടരുത്, മഹാനായ നബി തങ്ങളെ വിമർശിച്ചിട്ടുള്ള ആളുകൾക്ക് മറുപടി നൽകണം, അവരുടെ ആശയങ്ങൾക്കെതിരെ നമ്മൾ പ്രസംഗിക്കണം. പക്ഷേ നമ്മുടെ പ്രതിഷേധങ്ങൾ ആ മുത്തു മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾക്ക് വിരുദ്ധമായി പോകരുത്. ഡാനിഷ് കാർട്ടൂണിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരും പ്രതികരിച്ചത് അനിസ്ലാമികമായ നിലക്കായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കടകൾ അവർ തീ വെച്ചു, അതുപോലെ തന്നെ പൊതുമുതലുകൾ അവർ നശിപ്പിച്ചു, ഒരുപാട് നിരപരാധികളെ അവർ വധിച്ചു കളഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ റസൂലുള്ള ഇഷ്ടപ്പെട്ടതാണോ? റസൂല് പഠിപ്പിച്ചതെന്താണ്? ഈമാനിന്റെ ശാഖകൾ ഒരുപാടുണ്ട്. അതിൽ അവസാനമായി പ്രവാചകൻ പറഞ്ഞല്ലോ, ഈ വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കം ചെയ്യൽ വരെ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് മഹബത്ത് കാണിക്കാൻ വേണ്ടി വഴിമുടക്കികളാകാമോ? അങ്ങനെ പ്രകടനം നടത്തിക്കൊണ്ട് പൊതുമുതൽ നശിപ്പിക്കാമോ? ഒരാളെയും നിങ്ങൾ അന്യായമായി വധിക്കരുത്. യുദ്ധരംഗത്താണെങ്കിൽ പോലും നിങ്ങൾ നിരപരാധികളായ സ്ത്രീകളുടെ നേരെ ചീറിയടിക്കരുത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ വധിക്കരുത്, അതുപോലെ തന്നെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫലവൃക്ഷങ്ങൾ നിങ്ങൾ മുറിച്ചു കളയരുത്, ശാന്തരായി പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചുകളിലെയും മഠങ്ങളിലെയും പുരോഹിതന്മാരെ നിങ്ങൾ വധിക്കരുത്. ഇതൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹിനോട് മഹബത്ത് കാണിക്കാനാണോ നമ്മൾ കടകൾ കൊള്ളയടിക്കുന്നത്? അതിനു വേണ്ടിയാണോ തീ വെക്കുന്നത്? അതിനുവേണ്ടിയാണോ പൊതുമുതൽ തച്ചുടത്ത് നശിപ്പിക്കുന്നത്? അതിനുവേണ്ടിയാണോ നിരപരാധികളെ കൊന്നൊടുക്കുന്നത്? അതിനുവേണ്ടിയാണോ തെറിപ്രകടനം നടത്തുന്നത്? വല്ലാഹി അത് പ്രവാചക സ്നേഹമല്ല. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത്, അവിടുത്തേക്ക് എതിരെ ആരെന്ത് സംസാരിച്ചാലും അതിനെതിരെ പ്രതികരിക്കേണ്ടത് പോലും മഹാനായ മുത്തുനബി കാണിച്ച സുന്ദരമായ സരണിയെ പിന്തുടർന്നുകൊണ്ട് മാത്രമായിരിക്കണം എന്ന് ഈ രാജ്യത്ത് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞപ്പോ കുബൂരികളുടെ പത്രത്തിൽ നിന്ന് അതിനെയും കളിയാക്കി. ഒരു പറഞ്ഞതെന്താണെന്നറിയോ? ഇതാ മുജാഹിദുകൾ പറയുന്നു പ്രതിഷേധം വേണ്ട, മുജാഹിദുകൾ പറയുന്നു പ്രതിഷേധം അരുത്. അങ്ങനെ വ്യാഖ്യാനിച്ചു. എന്താ കാരണം? അവർക്ക് റസൂല് പണ്ടേ ഇല്ലല്ലോ, അവർക്ക് റസൂലുള്ളാഹിനോട് മഹബത്തില്ലല്ലോ, അവർക്ക് നബി സാധാരണക്കാരനാണല്ലോ. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും പ്രതിഷേധം വേണ്ട എന്ന് മുജാഹിദുകളുടെ ഉള്ളിലിരിപ്പ് പുറത്തു ചാടിയില്ലേ എന്ന് പച്ചക്കളവ് നൂറാവർത്തി പിന്നെയും ആവർത്തിക്കുന്ന ഈ പത്രങ്ങൾ ആരെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തുകളെ വരെ അവർ അതിന്റെ പേരിൽ കളിയാക്കി.
നിങ്ങൾ നോക്കൂ, നാം പറഞ്ഞുവെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ കാർട്ടൂൺ വരക്കുകയും വിമർശിക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ പ്രതികരിക്കുന്നത് പോലും സുന്നത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം എന്ന് നമ്മൾ പ്രമേയം പാസാക്കിയപ്പോ കുബൂരികളുടെ പത്രം അതിന് നൽകിയ വ്യാഖ്യാനം എന്താണെന്നോ അവര് പറയുന്നു, റസൂലുള്ളാനെ ചവിട്ടി മതിക്കുമ്പോഴും റസൂലുള്ളാനെ സ്ത്രീലമ്പടനായി ചിത്രീകരിക്കപ്പെടുമ്പോഴും റസൂലുള്ളാനെ ഭീകരനായി ചിത്രീകരിക്കപ്പെടുമ്പോഴും റസൂലുള്ളാനെ കൊള്ളക്കാരനായി ചിത്രീകരിക്കപ്പെടുമ്പോഴും കേരള മുജാഹിദുകൾ പറയുന്നുവെന്ന് നഖം വെട്ടിയും മിസ്വാക്ക് നടക്കണമെന്ന്. മിസ്വാക്ക് ചെയ്തും നഖം വെട്ടിയും നടന്നാൽ മതി, വേറെ ഒന്നും പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് സുന്നത്തുകളെ വരെ മുജാഹിദുകളെ പരിഹസിക്കാനെന്ന പേരിൽ പരിഹസിച്ച കുബൂരികളുടെ ആളുകളുണ്ടല്ലോ, ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ പുരോഹിതന്മാരുണ്ടല്ലോ, ഇവരെന്താ മനസ്സിലാക്കിയത്? നഖം വെട്ടുന്നതിന്റെ സുന്നത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മിസ്വാക്ക് ചെയ്യുന്നതിന്റെ സുന്നത്ത് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചാക്കി കണ്ടാൽ അതും റസൂലുള്ളാനെ നിന്ദിക്കലാണ് കേട്ടോ. അതും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. റസൂലുള്ളാനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സുന്നത്തിനെ നിന്ദിക്കുന്നതും റസൂലുള്ളാനെ നിന്ദിക്കൽ തന്നെയാണ്. ഇത് നിങ്ങളുടെ അതേ കക്ഷിയിൽപ്പെട്ട തന്നെ വേറെ ഈ ഭാഗം ആളുകളും ഇവിടെ മുമ്പേ ചെയ്തു വരുന്ന പണിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ പ്രബോധനത്തിൽ കൃത്യമായി മുജാഹിദുകളുടെ എതിർക്കുമ്പോൾ സലഫികൾ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ലേഖനം എഴുതിയപ്പോൾ അവരൊരിക്കൽ പറഞ്ഞു, മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്ന ിന്റെ താഴെ നെരിയാണിക്ക് ഇതേ വസ്ത്രം മുടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകന്റെ ചര്യയെ കളിയാക്കി പോയില്ലേ? അതേപോലെ തന്നെ ബാർബറുടെ കരങ്ങൾ ഒരിക്കലും തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങൾ വഹിച്ചവർ എന്ന് പറഞ്ഞുകൊണ്ട് സലഫികളെ കൊച്ചാക്കിയപ്പോ നിങ്ങൾ താടിയെ വളരാൻ വിടണം എന്ന് പഠിപ്പിച്ച മഹാനായ ഹബീബുല്ലാഹി, അല്ലാഹുവിന്റെ ഹബീബായ നമ്മുടെ നേതാവായ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിയുടെ അസുന്നത്തിനെ അല്ലേ കൊഞ്ഞനം കുത്തിയത്? ദന്തങ്ങളിൽ സദാ വിഹരിക്കുന്ന അറാക്കിൻ കൊള്ളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ എത്രയെത്ര സുന്നത്തുകളെയാണ് കൊച്ചാക്കുന്നത്. എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തുകളെയും നമ്മൾ നിസ്സാരമാക്കി തള്ളരുത്. റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തിനോടും നമുക്ക് ദയവായി പുച്ഛം തോന്നരുത്, മനസ്സിലൊരു വെറുപ്പ് പോലും ഉണ്ടാകരുത്. എങ്കിൽ അത് ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചാലും അത് അംഗീകരിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഈമാൻ വേണോ? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ في أنفسهم حرجا مما قضيت ويسلموا تسليما. നിന്റെ നാഥരെ തന്നെ സത്യം, അവർ മുഅ്മിനീങ്ങളാവുകയില്ല. ഏതുവരെ? ഏത് വിഷയത്തിൽ തർക്കമുണ്ടോ, ഏത് കാര്യങ്ങളിലും നിന്നെ വിധികർത്താവായി അവർ സ്വീകരിക്കുന്നത് വരെ. അങ്ങനെ നീ ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിധിയിൽ അവരുടെ മനസ്സിൽ ഒരു വിഷമം തോന്നാൻ പാടില്ല, ഒരു പ്രയാസം തോന്നാതെ സമ്പൂർണമായി അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ്. ഈ മനസ്സില്ലായ്മയാണ് ഇന്ന് റസൂലുള്ളാഹിയുടെ പല സുന്നത്തുകളെയും ഇന്ന് പല കക്ഷികളും എതിർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയാനുള്ളത്, വളർന്നു വരുന്ന MSMന്റെ കുട്ടികളോട്, അതുപോലെ തന്നെ ISMകാരോടും എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, റസൂലുള്ളാഹിയുടെ സുന്നത്തുകളെയെല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നുകൊണ്ട് മന്നഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്തിനെ ആര് സ്നേഹിച്ചുവോ അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് സുന്നത്തുകൾ നമ്മിൽ പ്രകടമാകണം. താടി വടിക്കുന്ന സംസ്കാരം ഇസ്ലാമിൻ്റെതല്ല, താടി വളർത്തലാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അത് അല്ലാഹുവിന്റെ റസൂല് മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരുടെയും സംസ്കാരമാണ്. ദിവസേന താടി വരണ്ടി വെളുപ്പിക്കണ്ട, അത് മുജാഹിദിന്റെ ലക്ഷണമല്ല, അത് മുസ്ലിഹിന്റെ ലക്ഷണമല്ല, അത് സലഫികളുടെ ലക്ഷണമല്ല. അതുകൊണ്ട് തന്നെ താടിയെ വളരാൻ വിടണം. അതുപോലെ തന്നെ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തുകാരൻ കളിയാക്കിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, കഅബയിൽ നിന്ന് താഴേക്കിറങ്ങിയത്, നിര്യാണിയിൽ നിന്ന് താഴെ തൂങ്ങി നിൽക്കുന്നത് ഫിന്നാർ, അത് നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞതാണ്. അഹങ്കാരം ഉണ്ടായിക്കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ
എങ്കിലും ശരി തെറ്റാണ്. അഹങ്കാരമുണ്ടാകുമ്പോൾ അതിനേക്കാൾ ഗൗരവമുണ്ടായി എന്നതല്ലാതെ അത് തെറ്റല്ലാതായി മാറുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും പറയട്ടെ, പർദ എന്ന് പറയുന്നത് ഇന്ന് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപായകരമായ അപായകളാണ് ആളുകൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ള അപായയുടെ പുറത്ത് പിന്നെയും അപായ ധരിക്കേണ്ടുന്ന അവസ്ഥ ഈ പർദ ഇസ്ലാമികമല്ലാത്ത നിലക്ക് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ സ്ത്രൈണത പുറത്ത് കാണിക്കാൻ വേണ്ടി ബോഡി ഫിറ്റ് പർദകൾ എന്ന പേരിൽ, ബോഡി ഷേപ്പ് പർദകൾ എന്ന പേരിൽ പർദകൾ രംഗത്തുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോ. ഇസ്ലാമിന്റെ വേഷം ധരിക്കുമ്പോ ലൂസായ വസ്ത്രം ധരിച്ചോ. അതുപോലെ തന്നെ നിങ്ങളുടെ മുഖമക്കനകൾ നിങ്ങൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. ഇബ്ലീസ് പഠിപ്പിച്ചു പെണ്ണിനോട്, മുഖമക്കന ധരിച്ച പെണ്ണിനോട് വരെ പറഞ്ഞു ആ മക്കനയുടെ 2 ഭാഗവും കഴുത്തിലേക്ക് ചുറ്റിക്കെട്ടാൻ, തോളിലേക്ക് അങ്ങോട്ട് വലിച്ചിടാൻ. അപ്പോൾ അവരുടെ മാർവിടം ഉയർന്നു കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്ലീസ് എത്തിച്ചു. ഇത് വേണ്ട, ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ ആചാരങ്ങളിലേക്ക് മടങ്ങിക്കോ, റസൂലുള്ള പഠിപ്പിച്ച അനുഷ്ഠാന കർമ്മങ്ങളിലേക്ക് മടങ്ങിക്കോ, ആ വേഷവിധാനത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാനെ നിന്ദിക്കുന്നതിന് തുല്യമാണ് റസൂലുള്ളാഹിയുടെ സംസ്കാരങ്ങളെ, നബി തിരുമേനി പഠിപ്പിച്ച ആചാരങ്ങളെ കളിയാക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഭാഗത്തിന് എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്നേഹം പറയാൻ ഇവർക്കെന്താ അവകാശമുള്ളത്? ആശയതലത്തിൽ തന്നെ റസൂലുള്ളാഹിനെ തള്ളിയവരല്ലേ ഈ കേരളീയ ഖുബൂരികൾ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് വാക്കിനെയാണ് ഇവർ വിലക്കെടുത്തിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് വരെ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. റസൂലുള്ളാഹി അപ്പോഴും പറയുന്നത് എന്താണ്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അവര് അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി അവിടെ തവാഫ് ചെയ്യുന്നു, വിളക്ക് കത്തിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങളെയെല്ലാം സംബന്ധിച്ചുകൊണ്ട് റസൂലുള്ള ചുരുക്കി പറഞ്ഞിട്ട് അവസാനം 3 തവണ റസൂലുള്ള ആവർത്തിക്കുന്നു, അലാ എന്റെ സമുദായമേ, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ അറിയണം, ഫഇന്നീ അൻഹാകും അൻ ദാലിക, അക്കാര്യം ഞാനിതാ നിങ്ങളോട് വിരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ അവസാന കാലഘട്ടത്തിലെ വസിയത്തിനെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് റസൂലുള്ളാഹിനെ നിന്ദിച്ച് നടക്കുകയാണ് ഈ ഭാഗം. റസൂലുള്ളാഹിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗം. റസൂലുള്ളാഹിയുടെ അവസാന കാലത്തുള്ള വസിയത്തിനെതിരെയല്ലേ സർവ്വപ്രവർത്തനങ്ങളും? എല്ലാ സ്ഥലങ്ങളിലും ജാറങ്ങൾ ഉണ്ടാക്കുകയല്ലേ, അതുപോലെ തന്നെ മഖാമുകൾ ഉണ്ടാക്കുകയല്ലേ, അതിന് കുറ്റിയടിക്കലും ശിലാസ്ഥാപനവും അതിന്റെ വാർഷികങ്ങളും ഉറൂസുകളും സംഘടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ, എന്റെ ഖബറിടത്തെ ഉത്സവം നടക്കുന്ന സ്ഥലമാക്കി മാറ്റരുതെന്ന്. അതേ ശ്മശാനങ്ങളെ ഉത്സവപ്പറമ്പുകളാക്കി മാറ്റിയതിൽ ഈ കേരളീയ ഖുബൂരികളുടെ പങ്ക് അനൽപമല്ലേ? അവരിപ്പോൾ അത് നിഷേധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏത് സുന്നത്തുകളെയാണ് ഇവർ ഈ സമൂഹത്തിൽ കൊണ്ടുവന്നത്? റസൂലുള്ളാഹിയുടെ ആജ്ഞകളെ മുഴുവൻ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുവെന്ത്? ഞങ്ങൾക്ക് സാമ്രാജ്യത്വത്തോട് വളരെ എതിർപ്പാണ്. ഇപ്പൊ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖുറാഫി കുട്ടികൾ. എന്താ അവരുടെ ക്യാമ്പയിന്റെ പ്രമേയം? സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക, സാംസ്കാരിക സാമ്രാജ്യത്വം ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഉളുപ്പുണ്ടോ നിങ്ങൾക്കത് പറയാൻ? എന്താ യോഗ്യതയുള്ളത്? നിങ്ങൾക്കത് പറയാൻ എന്താ അർഹതയാണുള്ളത്? കള്ള് ഷാപ്പുകാരൻ, അബ്കാരി കോൺട്രാക്ടർ മദ്യനിരോധത്തിനെതിരെ സമരം നടത്തുന്നത് പോലെ, അതേപോലെ തന്നെ സെക്സ് റാക്കറ്റിന്റെ വിൽപ്പനക്കാരൻ വേശ്യാവൃത്തിക്കെതിരെ പ്രസംഗിക്കുന്നത് പോലെയുള്ള ഉളുപ്പുകെട്ട പരിപാടിയല്ലേ സാംസ്കാരിക സാമ്രാജ്യത്വത്തെ ഞങ്ങൾ വിസമ്മതിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ഏർപ്പാട്? സാംസ്കാരിക സാമ്രാജ്യത്വത്തിന്റെ ദല്ലാളുമാരായ ജൂത ക്രൈസ്തവ വർഗത്തിന്റെ, സിയോണിസത്തിന്റെ, ഓറിയന്റലിസത്തിന്റെ ഏതാശയമാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാതെ പോയത്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ, ജൂതന്റെ ആശയമാണ് ഖബർ കെട്ടിപ്പടുക്കൽ, ക്രിസ്ത്യാനിയുടെ ആശയമാണ് ഖബർ കെട്ടിപ്പടുക്കൽ. അവിടെ വിളക്ക് കൊളുത്തൽ ഇസ്ലാമിന്റെ സംസ്കാരമല്ല. വിളക്ക് കൊളുത്തുന്നവനെ ശപിച്ച റസൂലുള്ളാഹിയുടെ അനുയായികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ദർഗകളിലും മഖാമുകളിലും ചെണ്ടമുട്ടും വാദ്യാഘോഷങ്ങളും മുട്ടും മുടിയും ആനയും അമ്പാരിയും കരിമരുന്നുമായി ഊരു ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പഠിപ്പിച്ചു തരാൻ വന്നിരിക്കുന്നത്? വലിയ വിവാദമായി
തിരൂരിൽ പുതിയങ്ങാടിയിലെ ഒരു നേർച്ച വഖഫ് ബോർഡ് ഇടപെടേണ്ടി വന്നു. എന്താ പ്രശ്നം? അനാചാരങ്ങളാണ് അവിടെ നടക്കുന്നത്. ആചാരം അവിടെ എന്താ നടക്കുന്നത്? എന്താചാരമാണ് അവിടെ ഉള്ളത്? നടക്കുന്നത് മുഴുവൻ അനാചാരം. എന്നിട്ട് എന്താ അനാചാരം? ചെണ്ടമുട്ട്, കുഴൽവിളി, കരിമരുന്ന്, ആന, അമ്പാരി, പീപ്പിളി, ഇതൊക്കെ എന്നാ നിങ്ങൾക്ക് അനാചാരമായത്? നിങ്ങൾക്കറിയാമോ? ഈ രൂപത്തിൽ നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെയൊക്കെ നിങ്ങൾ എതിർക്കുന്നതിന്റെ മുമ്പേ ആദ്യമായി എതിർക്കുകയും അത് പൈശാചികമാണെന്ന് ഈ സമൂഹത്തിന്റെ മുമ്പാകെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തവർ മുജാഹിദുകളാണ്. കരിമരുന്നിനെയും ചെണ്ടപുട്ടിനെയും കുഴൽവിളിയെയും ഒക്കെ ഇപ്പൊ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ അവർ തന്നെ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി എഴുതിവിട്ടിട്ടുണ്ട്. കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണ്, അതേപോലെ തന്നെ കുഴൽവിളിയും അതുപോലെയുള്ള എല്ലാ വാദ്യാഘോഷങ്ങളും അത് തെറ്റായ ഒരു സംഗതിയല്ല. നിങ്ങൾ നോക്കൂ, അവർ പാടിയത് തടുങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കചണ്ടാവറുഷും ഒറ്റ ആലാതിലർബത്തി. കേൾക്കുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. കദഫീ മലൈബാരിൻ വഗൈരിൻ ബിഅറവന ഹലാലുൻ ഹലാലുൻ ലാ ഹറാമുൻ ലിസംഅതി വകുയലുല്ലദീ ഫീനാ തുറാഇ ബിപീപിളി ഹലാലുൻ കദാ ബഅദിൻ അഖീദൂന മിർയതി വനായല്ല ബഅദുന്നാസി അഫ്താ ബിഹുർമത്തിൻ ലിതർകം കദാ ബഅദിൻ ലിഖുലുഖിൻ ലിതർകതി. ഈ വരികളിലൊക്കെ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മുഴുവൻ പിടികിട്ടിയിട്ടില്ലെങ്കിലും സംഗതി മനസ്സിലായില്ലേ? ചെണ്ട മുട്ടിക്കോ, കുഴൽ വിളിച്ചോ, പീപ്പിളി വിളിച്ചോ, അങ്ങനെ ഇതൊക്കെ കറാഹത്താണെന്നോ ഹറാമാണെന്നോ പറയുന്നത് ന്യായല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ കൃത്യമായി നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കുന്ന പൊന്നാനിയിലെ ഫത്ഹുൽ മുഈനിന്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂമാണ് എഴുതിയത് എന്നും ഇതൊക്കെ നിഷിദ്ധമാണെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവർ വെറുതെ തർക്കിക്കുകയാണ്. അവർക്ക് യാതൊരു ന്യായവുമില്ല എന്ന് നിങ്ങൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. തീർന്നില്ല. ചെണ്ടമുട്ടും കുഴൽവിളിയും കരിമരുന്നുമൊക്കെ അത്യാവശ്യമാണെന്ന് ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന് ഈ കോഴിക്കോടിൻ്റെ അടുത്തുള്ള മാത്തോട്ടം സ്വദേശിയായ ഈ അടുത്ത് മരണപ്പെട്ടു പോയ KM മുഹമ്മദ് കോയ മാത്തോട്ടം എഴുതിയ പുസ്തകമുണ്ടല്ലോ. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ ബുഷിനോടൊപ്പം പേര് ചേർത്ത് പറയാൻ ഇന്ന് മൗലാന കാന്തപുരം മാത്രമേയുള്ളൂ എന്ന് ഉളുപ്പില്ലാതെ നിങ്ങൾ നാദാപുരത്ത് വെച്ച് നിങ്ങൾ പ്രസംഗിച്ചില്ലേ? ആ നിങ്ങളുടെ നേതാവാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. നിങ്ങൾ നോക്കണം, ആരാ ഇയാള്? ഇയാളെപ്പറ്റി എന്താ പറഞ്ഞതെന്നറിയോ? ജോർജ് ബുഷിന്റെ കൂടെയും കോഫി അന്നാന്റെ കൂടെയും ഇന്ന് ലോകത്ത് മൂന്നാമത്തെ ഒരു പേര് ചേർത്തി പറയാൻ യോഗ്യതയുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അത് ശൈഖുനാ കാന്തപുരമാണ് എന്ന് പറഞ്ഞപ്പോ അടികൾ വിചാരിച്ചു ഇത് ഭയങ്കര മദ്ഹാന്ന് വിചാരിച്ചിട്ട് അല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലി. പിന്നെ ആലോചിച്ചത് വല്ലാത്ത അബദ്ധത്തിലാണല്ലോ ചെന്നുപെട്ടത്. നമ്മളോട് പോയി പറഞ്ഞപ്പോ പറഞ്ഞു ശരിയാണ്, ഇയാൾ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം അത് മാത്രമേ ഉള്ളൂ. ജോർജ് W. ബുഷ് ക്രൂരനായ ഭരണാധികാരി, ജാറം കെട്ടുന്ന സംസ്കാരത്തിന്റെ അധിപൻ കോഫി അന്നാൻ, അതേപോലെയുള്ള ഈ പറയുന്ന എല്ലാ ആളുകളും ഈ സാംസ്കാരിക സാമ്രാജ്യത്വത്തിന്റെ ദല്ലാളുമാരുടെ കൂടെ പേരെഴുതി ചേർക്കാൻ ഈ ലോകത്തുനിന്ന് ശൈഖുന മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗിക്കുമ്പോ കുട്ടികൾ ഇവിടെ പറയുകയാണെന്ന് സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക. കോള വേണ്ട. അവരുടെ സമ്മേളനങ്ങളിൽ വലിയ കാര്യമായിട്ട് പത്രത്തിലെഴുതി ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ കടലാസ് ഒഴിവാക്കി, ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഒഴിവാക്കിയിട്ട് സ്റ്റീൽ ഗ്ലാസ്സിലാ വെള്ളം കുടിച്ചത്, ഞങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ സ്റ്റീലിന്റെ പ്ലേറ്റിലാണ് ഉണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോള കുടിച്ചില്ല എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ? നിങ്ങൾക്കറിയാമോ, അതേ പ്ലാസ്റ്റിക്കിന്റെ ക്യാനിലാണ് നിങ്ങളുടെ ജാറങ്ങളിലേക്ക് വെളിച്ചെണ്ണകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേ പ്ലാസ്റ്റിക്കിന്റെ ക്യാനുകളിലാണ് നിങ്ങളുടെ ജാറങ്ങളിലേക്ക് എല്ലാ ശിർക്കിന്റെയും രൂപത്തിലുള്ള വെള്ളങ്ങൾ മന്ത്രിച്ചു കൊണ്ടുവരപ്പെടുന്നതും കൊണ്ടുപോകപ്പെടുന്നതും. ഈ വലിയ ആശയത്തെ വികൃതമാക്കിക്കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളെ മുഴുവൻ ജൂതന്റെ സംസ്കാരം എന്ന് പറഞ്ഞ, ക്രിസ്ത്യാനിയുടെ സംസ്കാരം എന്ന് പറഞ്ഞ ഈ ശവകുടീരങ്ങളിൽ ആണ്ടുകളും മഹോത്സവങ്ങളും റൂസുകളും ഉത്സവപ്പറമ്പുകളുമാക്കിക്കൊണ്ട് റസൂലുള്ളാഹിനെ ധിക്കരിച്ച നിങ്ങളാണോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മഹബത്ത് ഓതി തരുന്നത്?
എവിടെയാ റസൂലുള്ള അനുവാദം തന്നത് പറയണം നിങ്ങൾ. ഏത് ഖബറാ റസൂലുള്ള കെട്ടി ഉയർത്തിയത്? ഏത് ഖബറിന്റെ പുറത്താ റസൂലുള്ള തുടി വിരിച്ചത്? ഏത് ഖബറിങ്ങലാണ് പ്രവാചകൻ പടം വിരിക്കാൻ പെട്ടിവെച്ചത്? ഏത് ഖബറിങ്ങലാണ് പ്രവാചകൻ വിളക്ക് കൊളുത്തിയത്? ഏത് ഖബറിന്റെ ചുറ്റുമാണ് റസൂലുള്ള തവാഫ് ചെയ്തത്? റസൂലുള്ള കൃത്യമായി വിരോധിച്ചതല്ലേ ഇതൊക്കെ? എന്നിട്ടും ഇപ്പോൾ ഫത്വ കൊടുക്കുകയാണ്. എന്താ ഫത്വ എന്നറിയോ? പച്ചക്കള്ളം പറയുകയാണ്. നോക്കൂ, നിങ്ങളൊരു ചോദ്യം. മുസ്ലിം വിശ്വാസി നിലവിളക്ക് കൊളുത്തുന്നതിനെ ആക്ഷേപിക്കാമോ? ചോദ്യമാണ്. ചോദ്യത്തിന് ജൂനിയർ കാന്തപുരം നൽകുന്ന മറുപടി എന്താ? ഉത്തരം: നാം നിലവിളക്ക് കത്തിക്കൽ ശരിയല്ല. ചിലപ്പോൾ തൽപ്രവൃത്തി അവന് ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കും. ആ നിലക്കും അതിനെ ആക്ഷേപിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം: മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നതിന്റെ വിധിയോ? ഉത്തരം: ആരാധന എന്ന നിലക്കല്ല മക്ബറകളിൽ കത്തിക്കുന്നത്, പ്രകാശം കാണുക എന്ന നിലയിലാണ്. പ്രകാശം കാണുക. പച്ചക്കളവല്ലേ ഈ പറഞ്ഞു വിട്ടത്? രാജ്യത്തുള്ള മക്ബറകൾ മുഴുവൻ തെണ്ടി നോക്കുക. ഏത് മക്ബറയിലാണ് വലിയ വലിയ ദീപാലങ്കൃതമായ ലൈറ്റുകളില്ലാത്തത്? എവിടെയാണ് വിദ്യുച്ഛക്തിയുടെ പ്രകാശം ചൊരിയാത്തത്? എന്നിട്ടും ആട്ടിനെ പട്ടിയാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് മക്ബറകളിൽ വലിയ രൂപത്തിൽ ആദരവോടുകൂടെ കൊളുത്തുന്ന വിളക്ക് പ്രകാശത്തിനാണെന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത മറുപടിയിലൂടെ ഈ സമൂഹത്തിന്റെ മുമ്പാകെ തലയുയർത്തി നിൽക്കാനുള്ള, സുന്നത്തിന്റെ പേര് പറയാനുള്ള അവകാശം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എത്രയും വേഗം നിങ്ങൾ തിരിച്ചറിയുന്നുവോ അത്രയും നല്ലതാണ്. പിന്നെയോ, തവാഫ് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് എന്താ മറുപടി എന്നറിയോ? ഒരു ചോദ്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. രസാവഹമായ ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഴിയും ആണ്ടും പാടില്ല, എന്നാൽ നഫീസത്ത് മൗലിദിൽ തവാഫും സഴിയും ചെയ്യണം എന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ. മറുപടി പ്രതീക്ഷിക്കുന്നു. എന്താ ഉത്തരം എന്നറിയോ? മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഴിയും ആണ്ടും പാടില്ല. മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഴിയും ചെയ്യൽ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാണ്, അതേ സമയത്ത് യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് ഖബറിന്റെ അരികത്തുകൂടെ നടക്കുന്നതിന് വിരോധമില്ല. അത് വട്ടത്തിലും നടക്കാം, നീളത്തിലും നടക്കാം. എന്തായി? എന്തേ പറഞ്ഞത്? തവാഫ് പാടില്ല, വട്ടത്തിൽ നടക്കാം. ഇതാണ് പോയത്തക്കാരെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് അറബി അറിഞ്ഞൂടെ? ഈ ചുറ്റലാണ് ഈ വട്ടത്തിലുള്ള നടത്തം. തന്നെ തവാഫ്. നീളത്തിലും നടക്കാം, തന്നെ സഴി. നോക്കണം നിങ്ങൾ, പേരങ്ങ് മാറ്റുക. എവിടെ എത്തി സമൂഹം? ജാറത്തിങ്ങൾ തവാഫ് നടത്താം, സഴി നടത്താം, അറബിയിൽ പേര് പറഞ്ഞൂടാ. പിന്നെന്തേ? വട്ടത്തിലിങ്ങനെ നടന്നോ, നീളത്തിലും ഇങ്ങനെ നടന്നോ? ഇവിടേക്ക് എത്തി. ഇതാരുടെ സംസ്കാരമാണ്? ആരുടെ സംസ്കാരമാണ്? നിങ്ങൾ പറഞ്ഞു പരിഹസിക്കുന്നു. ബ്രിട്ടീഷ് ചാരനായ ഹംഫർ ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന്. ബ്രിട്ടീഷുകാരന്റെ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള സാമ്രാജ്യത്വത്തിന്റെയും ദല്ലാളുകളായി നടക്കുന്ന, ഈ സാമ്രാജ്യത്വത്തിന്റെ അപ്പോസ്തലന്മാരായി ഇന്ന് രാജ്യത്ത് വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ജൂദായിസത്തിന്റെ ഏത് സംസ്കാരമാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത്? എന്നിട്ട് നിങ്ങൾ അവകാശപ്പെടുന്നു സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന്. ഇത് തട്ടിപ്പാട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്ത സംഗതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുട്ടും വിളിയും ചണ്ടയുമൊന്നും ഞങ്ങൾ ആ പുസ്തകത്തിന്റെ ആളല്ല എന്നപ്പോ പറയുന്നത്. നോക്കണം നിങ്ങൾ, ഇപ്പൊ എന്താ നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും ഇപ്പൊ എന്താ പറയാ? ഞങ്ങളതല്ല. KVM പന്താവൂര് എന്നിട്ട് ഒരാളുണ്ട്. അദ്ദേഹം എഴുതിയ ഒരുപാട് അദ്വൈതത്തിന്റെയും ഒരുപാട് കഥകളും ഞങ്ങളങ്ങ് സ്റ്റേജിൽ മുജാഹിദ് പ്രവർത്തകന്മാർ വായിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ KVM പന്താവൂര് മാനസിക രോഗിയാണ്. മാനസിക രോഗി അല്ലാത്ത ആരാ സമസ്തയിൽ ഉള്ളത് നമുക്ക് ചോദിക്കാനുള്ളത്? മാനസിക രോഗി ആവുക എന്നുള്ളത് തന്നെ അതിൽ കിട്ടേണ്ട ക്വാളിഫിക്കേഷനാണ്. ഒരപ്പിരിയെങ്കിലും ലൂസില്ലാത്തവൻ അതിൽ പോകൂല. ആവറേജ് ബുദ്ധിയുള്ളവരൊക്കെ പുറത്താ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് വായിച്ചാലും പറയുന്നത് അതൊക്കെ മാനസിക രോഗിയാണ്, മാനസിക രോഗിയാണ്. അവസാനം ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്ന പുസ്തകത്തിൽ കരിമരുന്ന് ഉജൂബാണ്, ചെണ്ടമുട്ടുന്നതിന് വിരോധമില്ല, മക്ബറകളിലേക്ക് ആനയും അമ്പാരിയുമായി പോകാം, അതൊക്കെ അത്യാവശ്യമാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മാത്തോട്ട മുഹമ്മദ് കോയ അതിന് അവതാരിക എഴുതിയത് കാന്തപുരമാണെന്ന് പറഞ്ഞപ്പോ ഒരു മുസ്ലിയാർ പ്രസംഗിക്കണം എന്തറിയോ? അത് വേറെ ഏതോ കാന്തപുരമായിരിക്കും, വേറെ എന്തോ അബൂബക്കർ മുസ്ലിയാരായിരിക്കും. അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണമാണിത്. സുന്നി വോയിസ് നിങ്ങൾ അംഗീകരിക്കില്ലേ? സുന്നി വോയിസിലാണ് നിങ്ങൾ കൃത്യമായി എഴുതിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അനുവദനീയമാണ് എന്ന്. ഇതൊക്കെ കൃത്യമായി എഴുതിയെന്ന് മാത്രമല്ല, ഈ പുസ്തകം കേരളക്കരക്ക് സമ്മാനിച്ച KM മുഹമ്മദ് കോയ മാത്തോട്ടത്തിന് നിങ്ങൾ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടേതായ സിൽവർ ജൂബിലിയിൽ വെച്ച് നിങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. സുന്നി പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ആശയത്തിൽ തിളങ്ങി നിന്ന, മരണം വരെ സുന്നി ആശയത്തിൽ നിന്ന് കടുകിട വ്യതിചലിച്ചിട്ടില്ല
വൃത്തിയില്ലാത്ത വ്യക്തി എന്ന് KM മുഹമ്മദ് കോയ മാത്തോട്ടത്തെ നിങ്ങൾ പ്രശംസിച്ചിട്ടുമുണ്ട്. ആ വ്യക്തിയാണ് ഇതൊക്കെ എഴുതി വിട്ടത്. എന്നിട്ട് തിരൂരിൽ പോയിട്ട് പ്രകടനം നടത്തുക. ഇതൊക്കെ അനാചാരാണ് എന്നേ നിങ്ങൾക്കിത് തോന്നിത്തുടങ്ങി. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയം. അങ്ങനെ റസൂൽ ഏതൊക്കെ ജൂത സംസ്കാരമാണെന്ന്, ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണെന്ന് മുന്നറിയിപ്പ് നൽകിയോ ആ സംസ്കാരങ്ങളൊക്കെ ഇന്ന് ഈ സമൂഹത്തിൽ ഇവർ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് വില കൽപ്പിക്കാതെ റസൂലുള്ളാഹിയുടെ സുന്നത്തുകളെ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ അവർ പ്രവേശിക്കുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വേണ്ടി പച്ചക്കളവുകൾ ഈ ലോകത്ത് തട്ടിവിട്ടിട്ട് കുറെ വർഷമായി, ഇന്ന് വരെ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സിറാജ് പത്രത്തിൽ 28/6/1987 സാക്ഷാൽ ശ്രീമാൻ കാന്തപുരം ലേഖനം എഴുതി. എന്താ എഴുതിയത്? 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത്. ലോകത്ത് പോയിട്ടില്ല എന്നാ പറഞ്ഞത്. മറുപടി ഇന്നേ വരെ പറയാൻ സാധിച്ചിട്ടില്ല. ലോകത്തൊരു പെണ്ണും പോയിട്ടില്ല. 1950-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്ന് റസൂലുള്ളാഹി ഹലാലാക്കിയ ഒരു സംഗതിയെ ജൂത പാതിരിമാരുടെ സംസ്കാരത്തെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയതുപോലെ ഹലാലും ഹറാമും നിങ്ങൾ നിശ്ചയിക്കുകയാണോ? അത് ജൂതായുസമാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഹലാലും ഹറാമും ഉണ്ടാക്കുക. മതഗ്രന്ഥങ്ങളിൽ അഹ്ബാറുകളും പുരോഹിത റബ്ബിമാരും പാതിരിമാരും ഹറാമും ഹലാലും നിശ്ചയിച്ചു കൊടുത്താൽ അതൊക്കെ ദീനായിട്ട് അംഗീകരിക്കുന്ന സാംസ്കാരിക സാമ്രാജ്യത്വത്തിന്റെ ഏമാന്മാരുടെ അതേ സംസ്കാരമാണ് നിങ്ങൾ ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ റസൂലുള്ളാഹി ഹലാലാക്കിയ സംഗതിയെ ഹറാമാക്കിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏത് ലക്ഷണമാണ് നിങ്ങളിൽ ഇല്ലാത്തത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മതഗ്രന്ഥങ്ങളിൽ തിരിമറി നടത്തൽ ജൂതായുസമാണ്. സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതിയുണ്ടാക്കിയിട്ട് ആ എഴുതിയുണ്ടാക്കിയ കിതാബുകളൊക്കെ ഹദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ എന്ന് അല്ലാഹു ജൂത പാതിരിമാരുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞുവെന്ന് വേദഗ്രന്ഥങ്ങൾ ഉള്ളതുപോലെ അവർ സ്വന്തമായിട്ട് മതഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് ഇതൊക്കെ അല്ലാഹ് അവതരിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് വിറ്റുകാശാക്കുന്ന സമ്പ്രദായം ആരുടെ കയ്യിലാണ് ആ ജൂത സംസ്കാരമുള്ളത്? മുജാഹിദുകളുടെ കയ്യിൽ ജൂതന്റെ ഏത് സംസ്കാരമാണുള്ളത്? ഏത് സംസ്കാരമാണ് മുജാഹിദുകൾ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല, ഉറപ്പാണ്. അതേ അവസരത്തിൽ നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒന്നൊഴിയാതെ ജൂത ക്രൈസ്തവരുടേതായ സംസ്കാരങ്ങളാണ്. ജന്മദിനാഘോഷം ഇസ്ലാമിന്റെ സംസ്കാരമാണോ? ക്രിസ്തുമസ് ആഘോഷിക്കൽ അപ്പുറത്തെ സംസ്കാരമാണ്. നിങ്ങളത് പിന്തുടർന്നു. അങ്ങനെ ചാണിന് ചാണായി ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമൊക്കെ നഹസ് നിശ്ചയിക്കുന്ന, ദുശഗുണം നിശ്ചയിച്ചുകൊണ്ട് ദിവസങ്ങളെ ചീത്ത പറയുന്ന സമ്പ്രദായം മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, മറിച്ചത് ജൂതന്റെ സംസ്കാരമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എഴുതിയിട്ടില്ലേ? അങ്ങനെ ജൂതന്മാരുടേതായ ഓരോ സംസ്കാരങ്ങളും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് പ്രവാചക സുന്നത്തുകളെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നാടൊട്ടാകെ ഞങ്ങൾ സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുന്നവരാണെന്ന് പറയുകയും ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ മനസ്സിലാക്കുക, ദീനിനെ മനസ്സിലാക്കുക. ഇത് ഈ കക്ഷികളുടെ മാത്രം പ്രശ്നമല്ല. വഴിവിരിഞ്ഞവരൊക്കെ ഇന്ന് എല്ലാ രൂപത്തിലും പ്രവാചകന്റെ ചര്യകളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രവാചകൻ പഠിപ്പിച്ച ചര്യകൾ വേണ്ട. വഴിപിരിഞ്ഞു പോയ മുജാഹിദുകൾക്ക് വീര്യം പോരെന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ മുജാഹിദുകൾക്ക് ലോകം തിരിയില്ലെന്ന് പറഞ്ഞിട്ട് ഭദ്രമായ ഈ പ്രസ്ഥാനത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഭാഗവും കൊണ്ട് പിരിഞ്ഞുപോയ കക്ഷികൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംസ്കാരങ്ങളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യപുരുഷന്റെ കൂടെ മോട്ടോർ ബൈക്കിൽ ഒരു പെണ്ണിന് യാത്ര ചെയ്യാമെന്ന് ഫത്വ കൊടുക്കാൻ മാത്രം അബദ്ധത്തിൽ ചെന്നുചാടിയെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി, കുടുംബിനികൾക്ക് വേണ്ടി പ്രത്യേകം മറക്കുന്ന മാസികയിൽ കൃത്യമായി അവർ എഴുതിവിട്ടുവെന്ന് ഒരു അന്യപുരുഷന്റെ കൂടെ ഒരു പെണ്ണിന് വേണമെങ്കിൽ സഞ്ചരിക്കാം. ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. ചോദ്യോത്തരമാണ്. എന്താ ചോദ്യോത്തരത്തിന്റെ ഹെഡിങ്? സ്ത്രീകൾ ബൈക്കിൽ യാത്ര ചെയ്യൽ. ഒരു സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണക്കും വഴിവെക്കില്ലേ എന്ന ചോദ്യത്തിന് എന്താ മുഫ്തിയുടെ മറുപടി എന്നറിയാം? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട്
നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധമില്ല. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. നോക്കണം, എങ്ങനെയപ്പാ പോണ കോലം? ബൈക്കിന്റെ പിന്നിൽ സ്പർശനം ഒഴിവാക്കി ഇരിക്കണ കോലം എങ്ങനെ? നോക്കണം നിങ്ങൾ, അങ്ങനെ പോണം. മാത്രല്ല സ്ഥിരമായി കൊണ്ടുള്ള യാത്ര ഉപേക്ഷിക്കുകയും ചെയ്യുക. സ്ഥിരം പോണ്ട, എപ്പോഴേലൊക്കെ പോയിക്കോളിൻ. എന്നിട്ട് അന്യ ആണിന്റെ പാക്കിൽ ഇങ്ങനെ പെണ്ണ് ഇസ്ലാമിക വേഷവും ധരിച്ചിട്ട് പരമാവധി സ്പർശനം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവുക പോക്ക്? സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ സുന്ദരമായ ആ യഥാർത്ഥമായ വഴിത്താരയിൽ നിന്ന് വിട്ടാൽ ഇതിലപ്പുറം എഴുതും. ആമിനാവദൂദ് എന്നുള്ളൊരു പെണ്ണ് ഒരു സ്ഥലത്ത് ജുമാ നടത്തി, പെണ്ണെന്നെ കയറി ഖുതുബ നടത്തി, അവളെന്നെ ഇമാമത്ത് നിന്ന് ബാക്കിലെ ആണും പെണ്ണൊക്കെ ഇടകലർന്നിങ്ങനെ നിന്ന് ജമാഅത്തായിട്ട് നിസ്കാരവും നടത്തി. നമ്മളെ മുഫ്തി എന്താ അതിനെക്കുറിച്ച് പറഞ്ഞെന്നറിയോ? സ്ത്രീ ജുമാ ഖുതുബ എന്ന ചോദ്യോത്തര വേദിയിൽ മൂപ്പര് പറയാണ്, അവസാനം എന്താ പറഞ്ഞതെന്നറിയോ? സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കലും ഖുതുബ നിർവഹിക്കലും ഉപേക്ഷിക്കുക എന്നതാണ് സൂക്ഷ്മതയാണ്. ഏറ്റവും നല്ലത് ഒരു നടത്താതിരിക്കണം, കുഴപ്പമൊന്നുമില്ല. എന്താണ്? സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കലും ഖുതുബ നിർവഹിക്കലും ഉപേക്ഷിക്കുക എന്നതാണ് സൂക്ഷ്മത. എന്നാൽ എവിടെയെങ്കിലും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എതിരായി ജിഹാദ് വിളിക്കാനും കുഫറിന്റെ ഫത്വയും ഹറാമിന്റെ ഫത്വയും പുറപ്പെടുവിക്കാൻ മാത്രം തെളിവുള്ളതല്ല ഈ വിഷയം. ആമിനത്താത്താന്റെ ഫോട്ടോയും കൊടുത്തിട്ട് കൃത്യമായി കൊടുത്ത ഫത്വയാണ്. എവിടെ എത്തി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ? എവിടെ എത്തിപ്പോ? എന്താ പറയുന്നത്, എന്താ ഫത്വ നൽകുന്നത്, എന്താ എഴുതുന്നതെന്ന് ബോധമില്ലാത്തൊരവസ്ഥയിലായിപ്പോയോ? അള്ളാഹു കാക്കട്ടെ. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല ബുദ്ധി കൊടുത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും ചോദിക്കുക ആശയവ്യതിയാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് കണ്ണു തുറന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് തറവാട്ടിലേക്ക് മടങ്ങുന്നതാണ് ഉചിതം എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഈ രൂപത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോ എന്തും പ്രസിദ്ധീകരിക്കാൻ ഒരു മടിയുമില്ലാതായി. ഒരു പത്രം, ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിനപത്രം, ആ ദിനപത്രത്തിന് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടി നടത്തിയതെന്താ? മമ്മൂട്ടി ടൈംസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് ഒരു ചോദ്യാവലി തയ്യാറാക്കിയിരിക്കുന്നു. ഒന്നാം സമ്മാനം ഏറ്റവും നല്ല ഉത്തരം നേടുന്ന 100 മാർക്കും നേടുന്ന ആളുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താ പേര്, എന്താ ചോദ്യം? ആദ്യത്തെ നബിയാര് എന്നാണോ? അവസാനത്തെ നബിയാരാണ് എന്നാണോ? ഉലുൽ അസ്മുകളുടെ പേരെന്തൊക്കെയാ എന്നാണോ? ശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹദിയുടെ പേരെന്താണ് എന്നാണോ? അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് ചോദിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ക്വിസ് പ്രോഗ്രാം നടത്തിയിരുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ചോദ്യാവലി തയ്യാറാക്കി മത്സരത്തിന് കൊടുത്തിരുന്നത്. ഇപ്പൊ വഴിപിരിഞ്ഞു പോയപ്പോ ഇപ്പൊ എന്താണ് ചോദ്യമെന്നോ? ഏറ്റവും വലിയ നടനാര്, ഇഷ്ടപ്പെട്ട നടിയാര്, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സഹനടനാര്, ഏറ്റവും ഇഷ്ടപ്പെട്ട ചലച്ചിത്രമേത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏത്, ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനാര് എന്നൊക്കെയുള്ള ചോദ്യോത്തരത്തിന് ആ ചോദ്യങ്ങൾക്ക് മറുപടി എഴുതാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട മുജാഹിദുകളുടെ വീട്ടിലേക്ക് ഉമ്മപെങ്ങന്മാരെ കൊണ്ട് അതിന് മറുപടി എഴുതിക്കാനും ആകർഷകമായ സമ്മാനം നേടാനും സർക്കുലേഷന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ എവിടെ എത്തി സുഹൃത്തുക്കളെ? തീർന്നോ? പത്രങ്ങളിൽ എടുത്തു നോക്കിയാൽ മുഴുവൻ എന്താ? മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിച്ചത് തന്നെ ശിർക്ക് ബിദ്അത്തുകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ശബ്ദമുയർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, ഈ പത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഇത് കാണുന്നത് നോക്കൂ, ഇതൊരു സപ്ലിമെന്റ് ആണ്. എന്താണ്? ആലുവ ശിവരാത്രി സപ്ലിമെന്റ്. മാതൃഭൂമിയല്ല, ആലുവ ശിവരാത്രി സപ്ലിമെന്റ്. മുഴുവൻ വായിക്കാൻ എനിക്ക് നേരമില്ല. ശിവരാത്രിയെ വരവേൽക്കാൻ മണപ്പുറം ഒരുങ്ങി. നല്ല ഒരു മരം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തപ്പോ അവിടെയൊക്കെ ശിവരാത്രി നടക്കുക. അതും കഴിഞ്ഞിട്ടതാ ചെറായി പൂരം സപ്ലിമെന്റ്. ഇന്നത്തെ പരിപാടി ആനയൂട്ട്, പകൽപൂരം, വെടിക്കെട്ട്, നാദസ്വര കച്ചേരി, പൊള്ളാച്ചി മണികണ്ഠൻ എഴുന്നള്ളിപ്പ്, ആറാട്ട്. അങ്ങനെ കഴിഞ്ഞ് അതും തീർന്നാൽ എല്ലാറ്റിലും ഇങ്ങനെ അമ്മയുടേതായ മദ്ഹുകൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ മദ്ഹുകൾ, അതൊക്കെ ഒരു ഭാഗം ഈ രാജ്യത്ത് നടത്തിക്കോട്ടെ. പക്ഷെ നമുക്കത് വേണോ? ഇനിയും തിരിഞ്ഞില്ലേ
വ്യതിയാനുണ്ടോന്ന്, ഇനിയും തിരിഞ്ഞില്ലേ ആദർശത്തിൽ കോട്ടം സംഭവിച്ചോന്ന്, ഇനിയും തിരിഞ്ഞില്ലേ അധികാരമല്ല പ്രശ്നമെന്ന്, ഇനിയും തിരിഞ്ഞില്ലേ വ്യക്തിവിരോധമല്ല പ്രശ്നമെന്ന് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എവിടെ വെച്ച് മനസ്സിലാകാനാണ് സുഹൃത്തുക്കളെ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന്, പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന സംസ്കാരങ്ങളിൽ നിന്ന് ആരൊക്കെ പിടിവിട്ടുപോയോ, എവിടെയൊക്കെയാണ് ചെന്നുപോയി പതിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ദീന് പഠിച്ചോളൂ, അതിന് റസൂലുള്ളാഹിനെ പരിചയപ്പെട്ടോളൂ. റസൂലുള്ളാഹിനെ അറിയാൻ വേണ്ടി ഇതാ യുവജന വിഭാഗം അടുത്ത മാസം മുതൽ തന്നെ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ സുന്നത്തുകളും അവിടുത്തെ ശരീരത്തെ സഹാബത്ത് സ്നേഹിച്ചിട്ടുണ്ട്. റസൂല് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ശരീരത്തിൽ ഒരു അമ്പ് പോലും മേൽക്കാൻ സമ്മതിക്കാതെ സ്വന്തം ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ സഹാബത്ത്, ഞങ്ങൾക്ക് പകരം റസൂലുള്ളയെ ഒരു രോമകൂപത്തിന് പോലും പോറലേൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ലെന്ന് പറഞ്ഞ സഹാബത്ത്, അങ്ങനെ റസൂലുള്ളാഹിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയരുന്നത് ഭയപ്പെട്ട സഹാബത്ത്, അങ്ങനെ ഏതൊരു വിഷയത്തിലും പ്രവാചകൻ എന്തെന്ന് പറഞ്ഞ അതൊക്കെ അംഗീകരിക്കുന്ന സഹാബത്ത്, ആ റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളോട് പുച്ഛമോ നിന്ദയോ തോന്നരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു മജ്‌ലിസിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. സ്വഹീഹ് മുസ്ലിമിലുള്ളൊരു സംഭവമാണ്. എന്റെ മുഴുവൻ ശ്രോതാക്കളും ഇത് മനസ്സിൽ കൊണ്ട് നടക്കണം. ഈ ഹദീസ് വളരെ ഗൗരവമുള്ള വിഷയമാണ് പറയാൻ പോകുന്നത്. റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്തിനോടും നിന്ദ തോന്നരുത്, പുച്ഛം തോന്നരുത്, പരിഹാസം തോന്നരുതെന്ന് പഠിപ്പിക്കാനായി ഓർമ്മപ്പെടുത്തുന്നത്. റസൂലുള്ളാഹിയുടെ കൺമുമ്പിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, കുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിച്ചോ. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുന്നതും ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതും ശൈത്താന്റെ സംസ്കാരമാണ്. എത്രയോ ചെറുപ്പക്കാരില്ലേ, മുജാഹിദുകൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ്, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അതാരെങ്കിലും ഉപദേശിച്ചാൽ ഉപദേശിച്ചവന്റെ നേരെ ഒരു പരിഹാസത്തിന്റെ നോട്ടവും നമ്മൾ ചിലപ്പോൾ നോക്കിപ്പോകും. സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഈ ചെറുപ്പക്കാരനോട് നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷിച്ചോ എന്ന് ഉപദേശിച്ചപ്പോ അയാളത് ചെവിക്കൊള്ളാതെ എനിക്ക് പറ്റില്ല എന്ന് പരിഹാസ സ്വരത്തിൽ റസൂലുള്ളാഹിനോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദുആയാണ്, എങ്കിൽ നിനക്കിനി സാധിക്കില്ല, നിനക്കിനി സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി അങ്ങ് ദുആ ചെയ്തു. ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ സഹാബിമാര് പറയുന്നു, ഈ മനുഷ്യൻ പിന്നെ മരണം വരെ ഇയാളുടെ വലത് കൈ പിന്നെ വായിലേക്ക് ഉയർന്നിട്ടില്ല, ഇയാളുടെ വലത്തെ കൈ പിന്നെ വായിലേക്ക് ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇടത് കൈ കൊണ്ട് അറിയാതെ വന്ന് വെള്ളം കുടിക്കുന്നതോ മറന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതോ അല്ല വിഷയം. ഈ സുന്നത്തറിഞ്ഞിട്ടും അതിനോട് ധിക്കാരസ്വരത്തിൽ, പുച്ഛസ്വരത്തിൽ, പരിഹാസസ്വരത്തിൽ അതെടുത്തുകൊണ്ട് കുടിക്കുമ്പോൾ സൂക്ഷിച്ചോ. റസൂൽ ഒരു വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കാൻ മാത്രം വിഷയമുള്ളതാണ്. ഇതൊരു ശാഖാപരമായ സംഗതിയല്ല, നിസ്സാരമുള്ള സംഗതിയല്ല. പ്രവാചകന്റെ ഒരു സുന്നത്തിനെയും പുച്ഛിച്ചുകൂടാ, പരിഹസിച്ചുകൂടാ, സുന്നത്തെന്ന് സ്ഥിരപ്പെട്ട ഒരാശയത്തെയും എതിർത്തുകൂടാ എന്നുകൂടി ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നതുപോലെ, മലായിക്കത്തിനെ പരിചയപ്പെടുത്തി തന്നതുപോലെ, പ്രവാചകന്മാരെ പരിചയപ്പെടുത്തിയതുപോലെ, വേദഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തിയതുപോലെ, യൗമുൽ ആഖിറത്ത് പഠിപ്പിച്ചു തന്നതുപോലെ, ഖദറിലുള്ള വിശ്വാസം പഠിപ്പിച്ചു തന്നതുപോലെ, അങ്ങനെ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ തന്നെ മനസ്സിലാക്കിക്കോ. അതല്ലെങ്കിൽ പഴച്ചു പോകും. എല്ലാ കക്ഷികൾക്കും അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നാഥനെ അറിയണം. അറിയേണ്ട ക്രമത്തിൽ അതറിയാനുള്ള മാർഗം റസൂലുള്ളാഹിയുടെ മാർഗമാണ്, മറ്റുള്ള പഴച്ചുപോയ തരീഖത്തുകളുടെയും കക്ഷികളുടെയും മാർഗത്തിലൂടെയല്ല. അങ്ങനെ അറിഞ്ഞാലേ നമ്മുടെ ആഖിറം നന്നാവുകയുള്ളൂ. നാളെയുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മരണം നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ തനിച്ചുപോയി കിടക്കേണ്ടവരാണ്, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ടവരാണ്. അമല് മാത്രമാണ് നമുക്ക് കൂട്ടിനുള്ളത്. നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഏകനായിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഓരോരുത്തരും അവരവരുടേതായ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടുന്ന ഒരു സമയം വരാനുണ്ട്.
അതിനുവേണ്ടി അള്ളാഹുവിനെ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകളെ നിയന്ത്രിച്ചോ, കാതുകളെ നിയന്ത്രിച്ചോ, നാക്കിനെ നിയന്ത്രിച്ചോളൂ. ഹറാമായ ധനം നമ്മുടെ വയറ്റിലേക്ക് ഇറക്കിക്കൂടാ. ഹറാമായത് കണ്ടു രസിക്കുന്ന മക്കളാണ്, ഹറാമായത് കേട്ടിരസിക്കുന്ന മക്കളാണ്. നമ്മുടെ വീടുകളിൽ ദൃശ്യമാധ്യമങ്ങളുടേതായ സംസ്കാരങ്ങളുടെ കൂലംകുത്തി ഒഴുക്കുണ്ട്. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണം. എൻ്റെ ഉമ്മപെങ്ങന്മാരെ, നിങ്ങളാണ് വീട്ടിൽ കൂടുതൽ സമയമുള്ളത്. എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ കുട്ടികൾ ഹറാമ് കണ്ട് വളരരുത്, ഹറാമ് കേട്ട് വളരരുത്, ഹറാമ് തിന്ന് വളരരുത്. നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ മക്കളായി വളരണം. അതുകൊണ്ട് നിങ്ങളവരെ MSMനെ ഏൽപ്പിക്കണം. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെയാണ്, റസൂലുള്ളനെയാണ്, ഇസ്ലാമിന്റെ ആദർശത്തെയാണ്. അത് പ്രചരിപ്പിക്കുന്നവർ മോനായി മാറാൻ, അത് പ്രചരിപ്പിക്കുന്നവർ മോളായി മാറാൻ നിങ്ങളാവുന്നത്ര ശ്രമിക്കണം. ഇത് പഠിക്കണം, പകർത്തണം. ഭൗതികമായ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്ന ഉപകാരം, മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്ന വിദ്യാഭ്യാസത്തിൽ മാത്രം അതീവ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മരണത്തോടുകൂടി ഉപകാരം തുടങ്ങിക്കഴിയുന്ന വിദ്യാഭ്യാസമായ മതവിദ്യാഭ്യാസത്തിന്റെ ഗൗരവത്തെ പിറകോട്ട് വലിച്ചെറിയുന്ന ആ ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ആരോട് എങ്ങനെയൊക്കെ വർത്തിക്കണം എന്ന് പഠിപ്പിക്കുന്ന യഥാർത്ഥമായ വിദ്യാഭ്യാസം, മാതാപിതാക്കളെ ആദരിക്കുന്ന വിദ്യാഭ്യാസം, ജ്യേഷ്ഠാനുജന്മാരോട് അതുപോലെ തന്നെ സമൂഹത്തിലെ ഓരോരുത്തരോടും ഏത് നിലക്കുള്ള പെരുമാറ്റം വേണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം, നമ്മളതിന് സമയം കാണണം. അതല്ലെങ്കിൽ നാളെ പരലോകത്ത് നമുക്ക് പരാജയമാണ്. ആ പരാജയത്തിന് കാരണക്കാരായി തീർന്നുകൊണ്ട് നാളെ പരലോകത്ത് എത്തിപ്പെട്ടാൽ ഒരു തിരിച്ചു വരവിന് നമുക്ക് ചാൻസ് ഇല്ലെന്ന ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ഇസ്ലാമിന്റെ ആശയങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന്റെ കൃത്യമായ അധ്യാപനങ്ങളെ തോളിലേറ്റി അത് പഠിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നേറുക. അർഹമർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശമനം നൽകുമാറാകട്ടെ. നമ്മുടെ പല പ്രവർത്തകന്മാരും അവരുടെ പല ബന്ധുക്കൾക്കും ബാധിച്ചിട്ടുള്ള മാരകമായ പല രോഗങ്ങളെ സംബന്ധിച്ചും ദുആ ചെയ്യാൻ വേണ്ടി ഈ മഹത്തായ വേദിയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമർ റഹീമീനായ തമ്പുരാൻ എല്ലാ സഹോദരീ സഹോദരങ്ങളുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് പൂർണ്ണാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർ, നേതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അവരുടെ പാരത്രികമായ ജീവിതത്തെ ശോഭനമാക്കി തീർക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അർഹമർ റഹീമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആശയങ്ങളെ, അവന്റെ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അത് നമുക്ക് കൈമാറിത്തുന്ന സഹാബാ കിറാമിന്റെ യഥാർത്ഥമായ സരണിയെയും പിന്തുടർന്നുകൊണ്ട് ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ചു പോകുന്ന നല്ലവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നല്ലവരിൽ അർഹമർ റഹീമീനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ മോചിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ട്രാഫിക് വളണ്ടിയർമാരും